ചെന്നിട്ട് ഈ ഫുഡുണ്ടോ, ഞങ്ങൾക്ക് കുറേ ഓർഡർ ഉണ്ട്, ഒരു മണിക്കൂർ ലേറ്റ് ആവും, വെയിറ്റ് ചെയ്യൂ. ഇങ്ങനെയാണ് അവർ നമ്മളോട് പെരുമാറിയ രീതി. ഈ മോമോസ് ഷോഗോ എന്ന് പറഞ്ഞ പരാജയം. ഇവർ 2 ദിവസം മുമ്പ് വെച്ച് പുഴുങ്ങിയ സാധനം എടുത്തിട്ട് ചൂടാക്കുക പോലും ചെയ്യാതെ എടുത്ത് തന്ന പോലത്തെ ഒരു സാധനം. റേറ്റ് പറഞ്ഞു, ആ ജ്വല്ലറിയുടെ പേര് ഞാൻ പറയാം, കാരണം അതെനിക്ക് പക്ക ഫ്രോഡായിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ പുതിയതായിട്ടൊരു കട വന്നു എന്ന് കരുതുക. ആ കട ഒരു ഹോട്ടലാണെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. ഈ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോഴത്തേനും ആ ഹോട്ടൽ തുടങ്ങുന്ന, അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന, അല്ലെങ്കിൽ ആ ചായക്കട തുടങ്ങുന്ന ആളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ലാഭമുണ്ടാക്കുക എന്നതായിരിക്കുമല്ലോ, സ്വാഭാവികം. ഈ ലാഭമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഇവർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷ് മാറ്റിവെക്കും, ആണല്ലോ. ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് ഇവർ മാറ്റിവെക്കുന്ന ക്യാഷിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ ചില യൂട്യൂബർമാർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ചില ഇൻഫ്ലുവൻസേഴ്സ് അതിൻ്റെ പ്രൊമോഷൻ ഏറ്റെടുക്കും, ആണല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ പ്രൊമോഷൻ ഏറ്റെടുത്ത ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവരുണ്ടാക്കുന്ന ഹൈപ്പ് മൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോഴത്തേനും അയാളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞത് അതിൻ്റെ എൻഡ് യൂസേഴ്സായ നിങ്ങളെയും എന്നെയും സന്തോഷിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക എന്നുള്ളതല്ല, ലാഭമെടുക്കുക എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ നിരവധി ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കും. ഈ പ്രൊമോഷനിൽ എത്ര ശതമാനം വിശ്വാസ്യത ഉണ്ടെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പല ഹോട്ടൽസും തുടങ്ങുമ്പോഴത്തേനും അവർ പല തരത്തിലുള്ള പ്രൊമോഷൻ ഇടും. ഒരു 2-3 ആ നാട്ടിലെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഈ സാധനത്തിന് ഭയങ്കരമായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്ത് അവിടെ ഭയങ്കര ക്യൂ ആവും. ഇത്തരത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള RP മാളിൽ ഒരു സംരംഭം തുടങ്ങി. ഞാൻ ഒന്നിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഈ സംരംഭത്തിൽ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം അവരുടെ പ്രൊമോഷൻ ഭയങ്കരമായിട്ട് വൈറലാവുകയും അവരുടെ ഒരു പ്രത്യേക ഡിഷ് ഭയങ്കര സംഭവമാണ്, കിടിലുമാണ്, അടിപൊളിയാണ്, മാസ്മരികമാണെന്നൊക്കെ പറഞ്ഞ് പരത്തി. ഇത് മറ്റേ ലോഡഡ് ഫ്രൈസ് ആണ് ഈ ഡിഷ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഈ ഡിഷ് ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞ് ഹൈപ്പ് ചെയ്തു. അങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അവിടെ ചെന്നു. Day 1 ഞങ്ങളവിടെ ചെന്നിട്ട് ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് നാൾ മുമ്പത്തെ സംഭവമാണ്. ചെന്നിട്ട് ഈ ഫുഡുണ്ടോ, ഞങ്ങൾക്ക് കുറേ ഓർഡർ ഉണ്ട്, ഒരു മണിക്കൂർ ലേറ്റ് ആവും, വെയിറ്റ് ചെയ്യൂ. ഇങ്ങനെയാണ് അവർ നമ്മളോട് പെരുമാറിയ രീതി. അങ്ങനെ നമ്മൾ അന്നത്തെ അതെല്ലാം വിട്ടു, ഇനിയിപ്പോൾ അവിടെ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ പിന്നെ ഇത് തന്നെ ലോഡഡ് ഫ്രൈസ് അവിടുത്തെ കിടല്. വീണ്ടും ഞങ്ങൾ പോയി, 2ാം ഘട്ടം പോയി ഇതുപോലെ ഓർഡർ ചെയ്ത്. 2ാം ഘട്ടം പോയപ്പോഴത്തേനും ഇതിൻ്റെ ഹൈപ്പൊക്കെ കുറഞ്ഞപ്പോൾ ഈ തവണ മുടിഞ്ഞെളുമ. കാരണം ആദ്യത്തെ തവണ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്, നീ ഇല്ലേലും എനിക്കൊരു വെണ്ടയും ഇല്ല, ആ ഒരു സെറ്റപ്പായിരുന്നു. 2ാമത്തെ തവണ വന്നു, ഈ ഫുഡ് കഴിച്ചു. വലിയ മോശം പറയാനില്ല, തരക്കേടില്ലാത്ത നല്ല ഫുഡായിരുന്നു. പക്ഷേ ഇവർ തള്ളിക്കയറ്റി അത്ര ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി 2ാമത്തെ ഒരു എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ ഇവരുടെ തള്ളിക്കയറ്റിൽ കണ്ടിട്ട് നമ്മളൊരു കൊല്ലം ജിത്ത് തന്നെയുള്ള ബീച്ചിലുള്ള ഒരിടത്ത് പോയി കഴിച്ചപ്പോൾ ഈ സാധനം വളരെ മാസ്മരികമാണെന്നൊക്കെ പറഞ്ഞു. യെസ്, തുടക്ക സമയത്ത് മാസ്മരികമായിരുന്നു, നല്ല ആളുണ്ടായിരുന്നു, കിടിലമായിരുന്നു. മോമോസാണ് നമ്മൾ മേടിച്ചത്. 2ാമത്തെ ഘട്ടം പിന്നീടൊരു സമയത്ത് ഇവരുടെ ഈ ഹൈപ്പെല്ലാം കുറഞ്ഞതിന് ശേഷം പോയി കഴിച്ചപ്പോൾ ഈ മോമോസ് ഷോഗോ എന്ന് പറഞ്ഞ പരാജയം. ഇവർ 2 ദിവസം മുമ്പ് വെച്ച് പുഴുങ്ങിയ സാധനം എടുത്തിട്ട് ചൂടാക്കുക പോലും ചെയ്യാതെ എടുത്ത് തന്ന പോലത്തെ ഒരു സാധനം. ഇത് ഞാൻ അവരോട് തന്നെ മെസ്സേജ് അയച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചതിന് ശേഷം അവർ നമ്മളുടെ അഭിപ്രായം പരിഗണിച്ച് അത് നന്നാക്കി എന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും മെസ്സേജ് അയക്കുകയും ചെയ്തു. ആ മെസ്സേജ് അയച്ചതിനോട് ഞാൻ അവിടെ പോയത് വീണ്ടും ട്രൈ നോക്കി, തരക്കേടില്ല എന്ന് പറയാൻ പറ്റും. പഴയൊരു ക്വാളിറ്റിയിലേക്ക് വന്നിട്ടില്ല. ആ ചാറ്റ് ഞാൻ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. എന്നാൽ ഈ ആഹാരവുമായി ബന്ധപ്പെട്ട സാധനങ്ങളിൽ മാത്രമാണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമല്ല. പെയ്ഡ് പ്രൊമോഷൻ കൊടുക്കുന്നതിൽ ഒരു 90% ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ഒന്നെങ്കിൽ പുതുമയുടെ കാര്യത്തിൽ ഇവർ പ്രൊമോഷൻ കൊടുക്കുന്നതായിരിക്കും, തുടക്കത്തിൽ നല്ലതായിരിക്കും, പോകെ അത് മോശമാവും. തുടക്ക സമയത്ത് ഇവർക്ക് റഷുണ്ട്, ആളുണ്ട്, കൂട്ടമുണ്ട്, ഈ ഇൻഫ്ലുവൻസേഴ്സ് തള്ളി കയറ്റുന്ന കുറേ ആളുള്ളതുകൊണ്ട് നമ്മളെ ആ ഒരു രീതിയിലായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്. നീ കച്ചവടമുണ്ട്, നീ പോയ അടുത്തവൻ വരും, ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇത് കൊല്ലത്ത് ഇതുപോലെ തന്നെ പള്ളിമുക്കിൽ പ്രമുഖമായ ഒരു ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ഷോപ്പുണ്ട്. ഇപ്പോഴും അവിടെ ചില സാധനങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വിലക്കുറവ് എന്ന് പറഞ്ഞിട്ട് ഇവർ ബ്രാൻഡ് ചെയ്തൊരു സമയത്ത് ഞാനൊരു കട്ടിൽ നോക്കാൻ പോയി. കട്ടിലും വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ
ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ, ഒന്നെങ്കിൽ ഡാമേജ് ആയ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അവർക്ക് സെയിലാകാത്ത പ്രോഡക്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള പ്രോഡക്റ്റ്, ഈ ലോ ക്വാളിറ്റി തടി വെച്ചിട്ട് പണിഞ്ഞിട്ട് അതിൽ മറ്റേ ഇതുണ്ടല്ലോ ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഇത്തരം സാധനങ്ങൾ അതായത് അവർക്ക് നോർമൽ പ്രൈസിൽ വിൽക്കാൻ പറ്റില്ല എന്നുള്ള സാധനങ്ങൾ ഡിസ്കൗണ്ട് പ്രൈസ് കൊടുത്ത് എന്നിട്ട് ഡിസ്കൗണ്ട് ആണെന്ന് പറഞ്ഞ് തട്ടും. അല്ലെങ്കിൽ ഒരു സാധനത്തിന് 1500 രൂപയാണ് വില എന്ന് നിങ്ങൾ കരുതുക, ആ സാധനത്തിന് അവർ 2000 രൂപ എന്ന് പറഞ്ഞ് 2 ദിവസം തട്ടിയിട്ട് ഈ ഡിസ്കൗണ്ട് സെയിൽ അത് കുറച്ചിട്ട് 1500 വീണ്ടും വിൽക്കും. എല്ലാവരും ഇങ്ങനെയല്ല, ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ ഞാൻ നേരിട്ട കുറച്ച് ഇഷ്യൂസ് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി ഈ ഇത്തരത്തിലുള്ള പെയ്ഡ് പ്രൊമോഷൻസ് എടുക്കുന്ന കുറേ അധികം ചാനൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് മച്ചാൻ ഗാലറി എന്ന് പറയുന്ന ഒരു ടീം സ്ഥിരമായിട്ട് പ്രൊമോഷൻ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുള്ളി പ്രൊമോഷൻ മാത്രമേ ഉള്ളൂ, പെയ്ഡ് പ്രൊമോഷൻ മാത്രം. ആ ജ്വല്ലറിക്ക് പെയ്ഡ് പ്രൊമോഷൻ, ഈ കട്ടിലിൻ്റെ മണ്ടയ്ക്ക് ഓടുന്ന ആ സാധനം തല്ലിപ്പൊട്ടിക്കുന്ന, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ കണ്ടിട്ട് RP മാളിൽ തന്നെയുള്ള ഒരു ജ്വല്ലറി നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ ആ ജ്വല്ലറിയായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു. ഇവർ ഇട്ട ഒരു കമ്മൽ നമുക്ക് കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി. ഇവരോട് റേറ്റ് ചോദിച്ചപ്പോഴത്തേന് ഇവർ 3000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത്. ആ ജ്വല്ലറിയുടെ പേര് ഞാൻ പറയാം, കാരണം അതെനിക്ക് പക്ക ഫ്രോഡായിട്ട് തോന്നി. ഹാരിസ് ഗോൾഡ് എന്ന് പറയുന്ന ജ്വല്ലറിയാണ് അതിനകത്തുള്ള. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളോട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റേറ്റ് പറഞ്ഞു. ഓക്കെ, നമ്മളവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അത് ഒരെണ്ണത്തിൻ്റെ റേറ്റാണ്. കമ്മൽ ഒരെണ്ണത്തിൻ്റെ റേറ്റ്, 2 എണ്ണം എടുക്കുമ്പോഴത്തേനും അതൊരു 7000 ഉയരും. പിന്നെ അതിൽ കുറച്ച് സ്റ്റോൺ വർക്കുകളുണ്ട്. ഈ ഷോപ്പിൽ മാത്രം ഗോൾഡിനും സ്റ്റോണിനും ഒരേ റേറ്റ് ഇടും. എൻ്റെ അറിവിൽ, ഞാൻ അങ്ങനെ ഭയങ്കര സ്വർണ്ണം ഇടുന്ന ആളൊന്നുമല്ല, എനിക്ക് അങ്ങനെ സ്വർണ്ണത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എന്നാലും എൻ്റെ അറിവിൽ സ്വർണ്ണത്തിൽ കല്ലുകൾ പതിപ്പിച്ച് കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ വില കുറയുമോ ഇല്ലയോ. അല്ലെങ്കിൽ ഞാനൊരു ഇത്രയുള്ളൊരു ഗോൾഡ് പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഭയങ്കര വെയിറ്റ് ഉള്ളവരെ കല്ല് വെച്ചിട്ട് എനിക്ക് ഗോൾഡിൻ്റെ റേറ്റിന് വിറ്റാൽ പോരെ. ഇതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ജോസ്കോയിൽ പോയിട്ട് കമ്മൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എടുത്തത്. അത് ഞാൻ എൻ്റെ മറ്റൊരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾ നോക്കുക. അവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആ ജോസ്കോയിൽ കിട്ടിയെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ജ്വല്ലറിയിൽ ചെന്നപ്പോഴത്തേനും ഒരു കമ്മലിന് മാത്രം ഒരു റേറ്റ്, ഒരു കമ്മലിന് മാത്രം ഒരു റേറ്റ്. സ്വർണ്ണക്കമ്മൽ അങ്ങനെ എടുക്കുന്ന ലേഡീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇനി അതുമല്ല, സ്വർണ്ണം വിത്ത് സ്റ്റോണോടെ ഒരേ റേറ്റ്, സ്റ്റോണിനും ഗോൾഡിനും ഒരേ റേറ്റ്. ഒരു 4 കല്ല് ഇതിലുണ്ട്. ഈ ഒരു കമ്മലിൻ്റെ വലിപ്പം നിങ്ങൾക്ക് അറിയില്ല, അതിലൊരു 4 കല്ല്, അതാണ് അവിടുത്തെ റേറ്റ്. ഇത് പ്രൊമോഷനിൽ മാത്രം വെച്ച് തള്ളിക്കൊണ്ടിരിക്കുന്ന സാധനം. ഇതെല്ലാം ആർക്കും അറിയത്തില്ല. ഇവർ ചാറ്റ് ചെയ്താരാന്ന് അറിയില്ല, ഇവർ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറിയുടെ ഗോൾഡിൻ്റെ കാര്യം ഇത് ചെയ്തിട്ടാണ് പോയി ചോദിച്ചത്. ഇതിനെക്കുറിച്ച് അവർക്ക് ആർക്കും അറിയില്ല. പ്രൊമോഷൻ മാത്രം ടിപ്പായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സാധനം കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ഓർഡർ ചെയ്ത എല്ലാ ഫുഡ് ഐറ്റംസും ഒരേപോലെ മോശമാക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. ഹായ്, ഞാൻ നിങ്ങളുടെ ഫുഡ് എറണാകുളം. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ചിക്കിങ്ങിന്റെ ആലുവയിലുള്ള ഔട്ട്ലെറ്റിലാണ്. മോനെ ചിക്കൻ റോസ്റ്റഡ് പീസ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആലുവയിലുള്ള ചിക്കിങ്ങിന്റെ ഔട്ട്ലെറ്റിൽ പോയി. കയറി ചെന്നപ്പോൾ തന്നെ അവിടെ തൊട്ടടുത്തിരുന്ന കസ്റ്റമർ ഫ്രഞ്ച് ഫ്രൈസിന് ഒരു കംപ്ലൈന്റ് പറയുന്നത് കേട്ടു. ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഞങ്ങൾ ഓർഡർ ചെയ്ത നോൺ വെജ് ഡിലൈറ്റ് ബർഗർ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി. കാരണം 20-30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന ആ ഒരു നോൺ വെജ് ഡിലൈറ്റ് ബർഗർ തണുത്ത ബർഗറായിരുന്നു, ഒട്ടും ചൂടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ക്വാളിറ്റി ഒട്ടും ക്രിസ്പി അല്ലാത്ത നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഇതിലും എത്രയോ നന്നായിരിക്കും എനിക്ക് തോന്നി. ഇത് പ്രൊമോഷൻ്റെ ഭാഗമല്ല കേട്ടോ. ചിക്കിങ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു വലിയ ബ്രാൻഡ് നെയിം ഉണ്ട്, അതുകൊണ്ടാണ് പലരും അവിടെ കയറുന്നത്. ഇതിനോട് സമാന്തരമായ ഒരു അനുഭവം എനിക്കിവിടെ കൊട്ടിയം ചിക്കിങ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, കൊല്ലം കൊട്ടിയം ചിക്കിങ്സിൽ. ഞാനത് ആ പുള്ളിയുടെ വീഡിയോയുടെ താഴെ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഞാനവിടെ ചെന്നു, ഞാനൊരു 11:45-12 മണിയായപ്പോൾ ചെന്നു. ഞാൻ ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്തിട്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാർ ഓർഡർ ഒന്നുകൂടെ തരുമെന്ന് ചോദിച്ചു. ഓർഡർ ഒന്നുകൂടെ കൊടുത്തു പോയി. പിന്നെ കുറച്ച് നേരം വന്നിട്ട് സാർ ഇത് തന്നെ അല്ലേ ഓർഡർ എന്ന് ചോദിച്ചു. വന്നിട്ട് പോയി. പിന്നെ ഒരു അനക്കമില്ല. ഞാനൊരു 1:45 വരെ, 12 മണി കയറി ഞാൻ 1:45 വരെ ഈ ഫുഡിന് അവിടെ വെയിറ്റ് ചെയ്ത് ഫുഡ് കിട്ടാതെ ഞാൻ നേരെ അവിടെ എത്തുന്നു. നിങ്ങളുടെ ഫുഡ് വേണ്ട, നിങ്ങൾ തന്നെ സൂക്ഷിച്ച് വെച്ചു. ഞാൻ മനുഷ്യൻ വിശന്ന് കഴിക്കാൻ കയറി വരുമ്പോൾ മിനിമം നിങ്ങൾ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിക്കുക, 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നു. കാരണം ഞാൻ പോയി, ഇനി നമ്മളിങ്ങനെ നേരിട്ട് ഓർഡർ ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് കരുതി ഞാൻ പിന്നെ ഒരു ദിവസം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു. ഓൺലൈൻ വഴി ഓർഡർ ചെയ്തപ്പോൾ അത് അതിനേലും വലിയ കോമഡിയാണ്. ഫുഡ് ഓർഡർ ചെയ്തു, 1.5 മണിക്കൂർ 2 മണിക്കൂറായിട്ട് എനിക്ക് ഫുഡ് വന്നില്ല. നമുക്ക് ഈ സൊമാറ്റോ വഴി ഓർഡർ ചെയ്തത്, സൊമാറ്റോയിൽ ഡെലിവറി ബോയുടെ നമ്പർ എടുക്കാം. ഡെലിവറി ബോയ് വിളിച്ചപ്പോൾ അവൻ പറയുന്നത് അവിടെ ഫുഡ് ഇതുവരെ ആയിട്ടില്ല, ഞാൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്, ഫുഡ് ആയ അപ്പോഴേ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഈ ചിക്കിങ്സിനെ വിളിച്ചപ്പോഴത്തേനും അവർ ഒന്ന് ഡെലിവറി ബോയ് ഇവിടെ വന്നിട്ടില്ല, ഞങ്ങൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കാം. ഞാനപ്പോൾ അവരോട് പറഞ്ഞു ഡെലിവറി ബോയ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അല്ല സാർ ഫുഡ് റെഡി ആയില്ല സാർ, ഫുഡ് റെഡിയായി സാർ, അവൻ വന്നില്ല സാർ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നേരെ സ്വിഗ്ഗിയെ വിളിച്ചു. സ്വിഗ്ഗി എന്നായിരുന്നു, സൊമാറ്റോയെ വിളിച്ചപ്പോൾ അവർ ഇതിനകത്തെല്ലാം ഇതായിട്ട് ഇവന്മാർ എനിക്ക് ഫുഡ് ഡെലിവറി ബോയ്ക്ക് കൈമാറി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ഞാൻ വീണ്ടും ഇവന്മാരെ വിളിച്ചപ്പോൾ ഇവന്മാർ പറഞ്ഞു ഫുഡ്
കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണല്ലോ സംഭവം എന്ന് വെച്ചപ്പോൾ ഇത് കുറേ പേര് സാർ പ്രിപ്പയർ ആയി വെച്ചിട്ട് അവൻ വരാത്തയാണ് ഇവൻ വരാത്തതെന്ന് പറഞ്ഞ് കുറേ ബബ്ബ അടിച്ചു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട, ഡെലിവറി ബോയ് വിളിച്ചോളൂ, ഞാൻ റിസീവ് ചെയ്യില്ല. കാരണം 2 മണിക്കൂറാണ് ഒരു ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട സമയം. ഇതിപ്പോൾ ഡെലിവറി ബോയുടെ തെറ്റാണോ അമ്മാരുടെ തെറ്റാണോ അറിയില്ല. ബേസിക്കലി എനിക്ക് വന്നില്ല സാധനം. 1.5 മണിക്കൂറോളം ഞാൻ നിന്നു. ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. ഇനി ഞാൻ നിങ്ങളൊരു വാർത്ത കാണിച്ചു തരാം, കണ്ടു നോക്കുക. വീണ്ടും ജീവനുള്ള പുഴുവിനെ കിട്ടിയെന്ന് പരാതി. കോഴിക്കോട് മൂഴിക്കലിലെ ഹൈപ്പർ മാർക്കറ്റിനെതിരെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് പരാതി. ബർഗർ കഴിച്ച് 2 ബർഗർ ഛർദിയും ദേഹാസ്വാസ്ഥ്യം. അതായത് ജീവനുള്ള പുഴുവിനെ ബർഗറിൽ കിട്ടുന്നത് എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഫുഡ് മേടിച്ച് കഴിക്കുക? നമ്മുടെ ഈ ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന ഇൻസ്പെക്ടേഴ്സ് എത്ര ശതമാനം ചെക്ക് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്താൽ തന്നെ അവരെ കാണുമ്പോഴത്തേനും ഒളിപ്പിച്ച് വെച്ചിട്ട് വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ ഈ കടമുതലാളിമാർ ചെയ്യും. അപ്പോൾ എനിക്ക് ബേസിക്കലി ഹോട്ടലുകാരോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു മിനിമം എത്തിക്സ് വേണം. അല്ലെങ്കിൽ ഹോട്ടലുകാരുടെ ഏത് കച്ചവടക്കാരാണെങ്കിലും നിങ്ങൾ ലാഭം ഉണ്ടാക്കിക്കോളൂ, കുഴപ്പമില്ല. നിങ്ങൾ ഓവർ പ്രൈസ് എടുത്തോ, കുഴപ്പമില്ല. പ്രീമിയം ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഓവർ പ്രൈസ് ചെയ്തോളൂ. ആ സ്ട്രാറ്റജിയോട് നിങ്ങൾ ചെയ്തോളൂ. അറ്റ്ലീസ്റ്റ് നല്ല ഫുഡ് തരാനുള്ള മാന്യം നിങ്ങൾ കാണിക്കണം. ഇനി പ്രൊമോഷൻ ചെയ്യുന്നവരോടെ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുള്ള പ്രൊമോഷൻ ചെയ്യുക. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട്, അവരുടെ മണ്ടക്കടിക്കരുത്. ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർ ഒരിക്കലും ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. ഞാൻ ഒരു ഇൻഫ്ലുവൻസറുടെ ചില വാക്കുകൾ ഞാൻ കേൾപ്പിക്കാം. ഒറ്റ കാര്യമുള്ളൂ, ചാനൽ അവനെ 5 വർഷമായിട്ട് ചെറുക്കണ വിടുന്നുണ്ട്. 5 വർഷമായിട്ട് ഇതുവരെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഇത് നല്ലതാണ് ചീത്തയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ട ടെക്കികളെ ബാക്കിയുള്ളവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കാശ് മേടിച്ചിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അണ്ടി കിട്ടും, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ കുപ്പിച്ച് ജീവിച്ചിട്ടില്ലേ? മനസ്സിലായ? എന്റെ സ്ട്രീമിംഗ് എനിക്ക് ഇൻകം എന്റെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഞാൻ അതുകൊണ്ട് ജീവിച്ചോളാം. ഒരിക്കലും പറ്റിച്ചുണ്ടാക്കുന്ന പൈസ എനിക്ക് വേണ്ട. ഇനി അത് ചെയ്യത്തുമില്ല. 5 വർഷം എനിക്ക് ഇങ്ങനെ നിൽക്കാമെങ്കിൽ ഇനി അങ്ങോട്ട് നിൽക്കാനും അറിയാം. ഫുഡ് ബ്ലോഗേഴ്സ് അവന്മാരൊക്കെ ചെയ്യുന്ന പോലെ തീട്ടം വിളമ്പി ഫ്രണ്ടിൽ വെച്ചാലും മാറി നല്ല ടെക്സ്ചറുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ വായിച്ചിട്ട് നല്ലതെന്ന് പറയാൻ എന്നെ കിട്ടും. കാശ് കൊടുക്കും. വേണ്ട, ഇതാണ് സംഭവം. ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയാണ് നിങ്ങൾ ബേസിക്കലി സപ്പോർട്ട് ചെയ്യുക. മിനിമം എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കെല്ലാം വേണം. ഇതൊന്നും ഒരിക്കലും മാറാൻ മുതലേ എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം, പൈസ കിട്ടിക്കഴിഞ്ഞാൽ പല ഇൻഫ്ലുവൻസേഴ്സും പലതും ചെയ്യും. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. എനിക്ക് കുറേ ഫാൻ ഫോളോയിങ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ തകർക്കും എന്ന് പറഞ്ഞ് ഒരുത്തന്നെ നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. എനിക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് കുറച്ച് ഫാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരുത്തന്നെ ഞാൻ കയറ്റാമെന്ന് പറഞ്ഞ് പോസിറ്റീവ് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ഒരാളിലും ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. നിങ്ങളിൽ മാത്രമേ ഇൻഫ്ലുവൻസ്ഡ് ആവൂ. നിങ്ങളുടേതായ തീരുമാനങ്ങൾ, നിങ്ങളുടേതായ ഡിസിഷൻസ്, അല്ലാതെ വേറെ ഇവന്മാർ പറയുന്ന ഒന്നും കേട്ടോ ഒന്നിലും പോയി ചാടിയേക്കരുത്. ജസ്റ്റ് ട്രൈ ചെയ്യുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഹൈപ്പിൻ്റെ പുറകെ പോയി നല്ലതെന്ന് പറയരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ കമൻറ്റ് ഇടുക. നമുക്കും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളും നമ്മൾക്ക് മധ്യത്തിൽ ഷെയർ ചെയ്യുക. ആ ഷോപ്പുകൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നൊരു കാലം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ഉടനെ കാണാം. വീഡിയോ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.